മലർസരമെയ്തു കൽഹാര പുഷ്പങ്ങൾ പൂമഴ പെയ്തു. കസ്തൂരി മാൻമിഴി മലർസരമെയ്തു കൽഹാര പുഷ്പങ്ങൾ പൂമഴ പെയ്തു. സ്വപ്നങ്ങൾ ഉണരും ഉന്മാദലഹരിയിൽ സ്വർഗീയ സ്വരമാധുരി, ആ ഗന്ധർവ സ്വരമാധുരി. അഷ്റഫിക്ക നമസ്കാരം. നമസ്കാരം. വെൽക്കം ടു കോമഡി മാസ്റ്റേഴ്സ്. ഓക്കേ, വെൽക്കം. തൃശ്ശൂരിൽ നിന്ന് നമുക്ക് ഇവിടെ വരെ വരേണ്ടി വന്നു ഒന്ന് കാണാൻ. അതെ. ചായ ഉണ്ടോ? ചായ ഉണ്ട്, ജ്യൂസ് ഉണ്ട്. ഓക്കെ, ഇങ്ങനെ ഒരു ആശയത്തിലേക്ക് വരാണ്ടായത് കാരണം എന്നാ? അത് ഞാനൊരു മിമിക്രി ആർട്ടിസ്റ്റ് ആയിരുന്നു. അപ്പോൾ കൊറോണ കാലം നമ്മളെ തളർത്തി, പ്രോഗ്രാം ഇല്ലാതായി. അപ്പോൾ ഞാൻ സാധാരണ വേഷത്തിലാണ് ഞാൻ പോയിരുന്നത്. നമുക്കിപ്പോൾ യൂണിയൻകാരൊരു വേഷം, ചായക്കാരനൊരു വേഷം ഉണ്ടല്ലോ, മുണ്ടും ഷർട്ടൊക്കെ. അപ്പോൾ അതിട്ടപ്പോൾ പോയപ്പോൾ ആൾക്കാരെ സ്വീകരിച്ചില്ല. സ്വീകരിക്കാണ്ടായപ്പോൾ ഇവിടെ ആളുണ്ട്, തങ്ങളുടെ ചായ വേണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അങ്ങനെ എന്ത് ചെയ്യുന്നുള്ളതിലായി. ഇങ്ങനെ ആലോചിച്ചപ്പോഴാണ് ഈ ആക്ഷൻ വന്നിവിടെ. ജയന്റെ, ഞാൻ ഏറ്റവും കൂടുതൽ ആരാധിക്കുന്ന ജയന്റെ ഫിഗർ ഇട്ടിട്ട് വരികയാണ്. അപ്പോൾ ഈ വേണ്ടാന്ന് പറഞ്ഞ ആൾക്കാരൊക്കെ വേണം എന്ന് പറഞ്ഞു. വായോ ജയന്റെ ഫിഗർ ഇട്ട് പോയപ്പോൾ ഒരുപാട് ആൾക്കാർ എന്നെ ഇഷ്ടപ്പെട്ടു തുടങ്ങി. അപ്പോൾ എനിക്ക് തോന്നി ഇത് സ്ഥിരമാക്കാമെന്ന്. പിന്നെ അങ്ങോട്ട് ജയനങ്ങനെ 2 വർഷമായിട്ട് ജയന്റെ ഫിഗറിലാണ് പോകുന്ന തൃശ്ശൂരൊക്കെ ഭാഗത്ത് ഇങ്ങനെ കൊടുക്കുന്നത്. ഇപ്പൊ എനിക്ക് പുതിയ കസ്റ്റമർ ആയിപ്പോ ഈ കെറ്റിൽ വലുതാക്കണം ഒന്നും കൂടി. വളർന്നു. ജയനെ ഇഷ്ടപ്പെട്ടു എല്ലാവരും. എങ്ങനെയുണ്ട്? ഞാനിത് എവിടെ ഒരു പ്രോഗ്രാമായിട്ട് കണ്ട്, എനിക്ക് തോന്നുന്നത് യൂട്യൂബിൽ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ നേരിട്ട് കാണാൻ പറ്റുമെന്ന് ഞാൻ വിചാരിച്ചില്ലായിട്ട്. ഞാൻ എപ്പോഴും വിചാരിച്ചു എപ്പോഴെങ്കിലും തൃശ്ശൂർ ചെല്ലുമ്പോൾ യാദൃശികമായിട്ട് ഈ കഥാപാത്രത്തെ കണ്ടുമുട്ടാം എന്ന് പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു. പക്ഷെ നമ്മുടെ കോമഡി മാസ്റ്റേഴ്സിന്റെ ഫ്ലോറിൽ നമ്മളുടെ ഈ എൻ്റെ അണിയറ പ്രവർത്തകർ അദ്ദേഹത്തെ എത്തിക്കുമെന്ന് അറിയില്ലായിരുന്നു. വിത്ത് വണ്ടി, അത് തൃശ്ശൂർന്ന്. സാധാരണ ഇവിടെ ഈ ഗെറ്റപ്പിൽ വന്ന് നിൽക്കുക എന്ന് പറയുന്നതല്ല, വിത്ത് വണ്ടി. സാധനങ്ങളെല്ലാം വിത്ത് സെറ്റപ്പോടുകൂടിയാണ് വന്നേക്കുന്നത്. അതിന് വലിയൊരു അത് നമ്മുടെ ആർട്ട് ഡിപ്പാർട്ട്മെന്റ് അതിനെ കൃത്യമായിട്ട് ഒരു പിക്ചർ കണ്ടിട്ടാണ് അത് അങ്ങനെ തന്നെ റീക്രിയേറ്റ് ചെയ്തത് ഇവിടെ. പിന്നെ വേറെ കാര്യം ചോദിക്കട്ടെ, അവിടെ നിങ്ങളുടെ ഒരു ബുദ്ധി, ആ ബുദ്ധി സാമർഥ്യമാണ്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ഇറങ്ങിക്കഴിഞ്ഞിട്ട് ചായ കച്ചവടത്തിന് ഇറങ്ങിയിട്ട് ആരും വാങ്ങിക്കുന്നില്ല എന്നുണ്ടപ്പോൾ അതിന് വേണ്ടിയിട്ട് പുതിയൊരു മാർഗം കണ്ടെത്തി, പുതിയൊരു രൂപത്തിലും ഭാവത്തിലും വന്നപ്പോൾ അതിൻ്റെ ഒരു കൗതുകം ആദ്യം ജനിപ്പിച്ച് ആ കൗതുകത്തിലൂടെ ബിസിനസ് വളർത്താൻ. ഇപ്പൊ പറഞ്ഞിട്ടില്ലേ, ഞാൻ എൻ്റെ കെറ്റിലല്ല വലുതായത്, അദ്ദേഹത്തിന്റെ ബിസിനസ്സാണ് വലുതായത്. ഈ ബിസിനസ് വലുതാകുക എന്ന് പറയുന്നതിൻ്റെ കൂടെ തന്നെ താങ്കളുടെ വാഹനവും വലുതാക്കുക, പിന്നെ അതിൻ്റെ മറ്റ് സെറ്റപ്പുകൾ. എനിക്ക് തോന്നുന്നത് ഈ രൂപവും കാര്യങ്ങൾ, കാരണം നമ്മൾക്കൊരു ലൈഫ് തന്നൊരു രൂപമാണ് അല്ലേ. പിന്നെ വേറെ കാര്യം ചോദിച്ചിട്ടുണ്ടെങ്കിൽ, എന്തിനാ നിങ്ങൾക്ക് ഈ രൂപത്തിൽ, നിങ്ങൾക്ക് വേറെ പണിയില്ലെന്ന് ചോദിച്ചിട്ടുണ്ടോ? അങ്ങനെ കുറെ ആൾക്കാർ എന്നെ കളിയാക്കിയിട്ടുണ്ട്. പിന്നെ കൂടുതൽ എന്നെ എനിക്ക് നല്ല സപ്പോർട്ട് തന്നിട്ടുള്ളൂ. പിന്നെ 2-3 പേരൊക്കെ ഇങ്ങനെ കളിയാക്കുക, നിനക്ക് വല്ല പ്രാന്തുണ്ടോ എന്നൊക്കെ ചോദിച്ചത് നടക്കും. അല്ല, അത് അവർ ചോദിക്കട്ടെ. കാരണം വെച്ചാൽ അവർക്ക് ഇപ്പം നിങ്ങൾ പറഞ്ഞു തന്നെയാണ്, അത് ഇതിൻ്റെ അകത്തൊരു കൗതുകം വെച്ചിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ജോലി അതിൻ്റെ ഒരു ബിസിനസ് വളർന്നില്ലേ. നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തം രൂപം വെച്ചിട്ട് നിങ്ങൾ ബ്രാൻഡ് ചെയ്യുന്നതിന് വേറെ ആർക്ക്. ഓക്കെ, അപ്പം എനിക്കൊന്ന് മിമിക്രി ആർട്ടിസ്റ്റ് ആണെന്ന് ഓൾറെഡി നമ്മുടെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞു. അപ്പം ആ സമയം അല്ലെങ്കിൽ ഇപ്പോഴും ചെയ്യാറുള്ള വേറെ വോയിസുകളുണ്ടോ നമുക്ക് കേൾക്കാൻ പറ്റുന്നത്? മൻസൂർ അലിഖാൻ. ശരി. என்ன பாக்குற? என் மூஞ்சிய பாடுற முட்டை, உன் குழந்தை என் கையில. அது கிடைக்கணும்னா 5 லட்சம் கூட ஐயா. தப்பான வேலை செய்தா நடக்கிறே வேலை. ஏய், துப்பாக்கிய பாடுற முட்டை. അടിപൊളി, ഗംഭീരം ഗംഭീരം ഗംഭീരം. പകർത്തേടാ, ഇതുവരെ എങ്ങനെയുണ്ട് പെർഫോമൻസ്? അഷ്റഫേ, പൊളിയായിരുന്നു. നിങ്ങൾ ആ വണ്ടിയിലുള്ള എൻട്രിയും ആ സംഭവങ്ങളൊക്കെ വളരെ നന്നായിരുന്നു. നമ്മുടെ ജീവിത വിജയത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഏത് മാർഗം നമ്മൾ ആരെയും മറ്റേ കക്കാനോ മുട്ടിക്കാനോ ഒന്നുമല്ല, നമ്മൾ പണിയെടുത്ത് ബുദ്ധിമുട്ടിയിട്ടാണ്. അപ്പോൾ ഈ കളിയാക്കുന്നവർക്ക് മറുപടി അത് മാത്രമേ ഉള്ളൂ. ഇത് വെറുതെ ഉണ്ടാകുന്നൊരു കാര്യമല്ല, ഇതിന് അതിൻ്റേതായിട്ടുള്ള ചില പ്രയാസങ്ങളുണ്ട്. 2 കാര്യങ്ങളാണ്. ഒന്ന്, ആ വണ്ടി സെറ്റ് ചെയ്യണം അല്ലേ, ആ ഒരു ചെറിയ വണ്ടിക്കകത്താണ് അത്രയും കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ച് ചെയ്യുന്നത്. പിന്നെ നമ്മുടെ ഈ കോസ്റ്റ്യൂം ഇട്ടിട്ട് ഈ ചൂടത്ത് 12 മണി എന്നൊക്കെ പറഞ്ഞാണ്ടല്ലോ, സൂര്യനുമായിട്ട് നമ്മൾ വളരെ അടുത്ത് നിൽക്കും. ആ സമയത്ത് ഈ കറുത്ത കോട്ടിട്ട് ഈ മനുഷ്യൻ
അത് ചെയ്യുക എന്ന് പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനോടുള്ള ഒരു സ്നേഹവും താല്പര്യവും കൊണ്ടാണ്. അതെ. കാരണം ഇദ്ദേഹം ഇങ്ങനെ വേഷം ഇട്ട് വരുമ്പോൾ ആളുകളുടെ സ്നേഹം അതിൻ്റെ ഒരു സുഖം ഇദ്ദേഹം മനസ്സിലാക്കി കഴിഞ്ഞു. അതാണ് ഇതിൻ്റെ ഒരു കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ ഇക്ക പറഞ്ഞ പോലെ തന്നെ അത് തന്നെയാണ് പറയുക, ഈ വണ്ടിയൊക്കെ മാറണം. ഒരു ജീപ്പൊക്കെ എടുത്തിട്ട് അതിൽ വേണം ഇനി നമ്മൾ അടുത്ത പരിപാടി ചെയ്യാൻ. എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം മൊത്തത്തിലൊന്ന് വലുതാക്കി ഫിഗർ 3, 4, 5 ഭീമൻ രവിചേട്ടൻ്റെ ഫിഗറൊക്കെ ചെയ്യാൻ പറ്റും. അത് ഞാൻ ചോദിക്കാൻ പറ്റും. ജയൻ സാറിൻ്റെ ചെയ്യാൻ പറ്റുമെങ്കിൽ രവിചേട്ടൻ്റെയും ചെയ്യാം. കാരണം ഭീമൻ ചേട്ടൻ ചെയ്തിട്ടുണ്ടോ? ഭീമൻ ചേട്ടൻ വന്ന വഴി ജയനെ കണ്ടുകൊണ്ടാണ്. അപ്പൊ ആ ഒരു ലെവല് കാണുകയാണെങ്കിൽ ഞാൻ ഇവിടെ അവതരിപ്പിക്കാം. ജയൻ സാർ ആദ്യം വരുന്നു, അവിടെ നിന്ന് ഭീമൻ രഘു വരുന്നു. അങ്ങനെ നമുക്കത് കണ്ടു നോക്കാം അല്ലേ? ട്രാൻസ്ഫോർമേഷൻ. ഓക്കെ, യാ. അടിപൊളി. പനമ ചേച്ചി ഇപ്പൊ എങ്ങനെയുണ്ട്? കിടക്കിയില്ലേ മൊത്തത്തിൽ? കിടുക്കി തകർത്തു തിമിർത്തു. ഈ കൊറോണ സമയത്താണോ ഇങ്ങനെ ഈ ബിസിനസ് തുടങ്ങിയെന്ന് പറഞ്ഞേ? അതെ അതെ. എനിക്കത് കേട്ടപ്പോൾ ഒത്തിരി ഇങ്ങനെ എന്താ പറയാ, ഞാൻ അപ്രിഷ്യേറ്റ് ചെയ്യുന്നു താങ്കളെ. പലർക്കും ഒരു പ്രചോദനമായിട്ട് മാറട്ടെ. അപ്പൊ എന്തായാലും താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ് അസ്. പോയതിനു മുമ്പ് ഞങ്ങൾക്ക് ചായയും കടിയൊക്കെ വേണം. അപ്പൊ എന്തായാലും നമുക്കേ ഈ സ്റ്റാർസ് നൽകണ്ടേ? ഇദ്ദേഹത്തിന്റെ ബിസിനസിന്റെ ഒരു വളർച്ചയുടെ കാലഘട്ടമാണ്. ഇദ്ദേഹത്തിന് നമ്മളിപ്പോ 3 സ്റ്റാർ കൊടുക്കുന്നു. വളർച്ച അനുസരിച്ചിട്ട് ഒരു 2 വർഷത്തിനുള്ളിൽ വലിയ ബിസിനസ് ഒക്കെ ആയി വരുമ്പോൾ നമ്മൾ അപ്പോൾ 5 സ്റ്റാർ. അടിപൊളി. അപ്പൊ എന്തായാലും 3 സ്റ്റാർ ആർട്ടിസ്റ്റ് എന്നുള്ളതായിരിക്കും ഇനി മുതൽ. 5 സ്റ്റാർ ഞങ്ങൾക്ക് തരണം അങ്ങോട്ട്. അതെ, തിരിച്ച് അവിടെ വരുമ്പോ കാണാൻ വരുമ്പോ. അപ്പം 3 സ്റ്റാർ ആണ് ലഭിച്ചിരിക്കുന്നത്. ഇനി നമ്മുടെ ഈ വണ്ടിയുടെ മേളില് ബാക്കിയുള്ള കാര്യങ്ങളോടൊപ്പം അതും ഉണ്ടാവണം. ഓക്കെ, തൃശ്ശൂർ ഭാഗത്ത് വരുമ്പോ ഞാൻ നോക്കും ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്.